നമസ്കാരം. സിതാര മോഹൻ എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ സിതാര മോഹൻ, ഹിപ്നോട്ടിക് കൗൺസിലർ, മൈൻഡ് പവർ ട്രെയിനർ, ലോ ഓഫ് അട്രാക്ഷൻ കോച്ച് ആൻഡ് സൈക്കോളജിക്കൽ റിസർച്ചർ. എല്ലാവർക്കും സുഖമല്ലേ? അപ്പം ഓണാഘോഷത്തിൻ്റെ തിരക്കിലൊക്കെ ആയിരിക്കും അല്ലേ? തിരക്കിലായിരുന്നിരിക്കും എല്ലാവരും. ഓക്കെ, അപ്പോൾ ഇന്ന് ഞാൻ പറയുന്നത് നമ്മളുടെ വെൽത്ത് മാസ്റ്ററി പ്രാക്ടീസ് അറ്റൻഡ് ചെയ്ത ഒരാളുടെ അനുഭവമാണ്, അവരുടെ എക്സ്പീരിയൻസ്, അവരുടെ സക്സസ് സ്റ്റോറിയാണ്. ഇവർ എബ്രോഡ്, പുറത്താണ്. എൻ്റെ അടുത്ത് മൈൻഡ് പവർ ട്രെയിനിങ്, അതായത് 21 days ലോ ഓഫ് അട്രാക്ഷൻ്റെ പ്രാക്ടീസ് അറ്റൻഡ് ചെയ്ത ഒരാളാണ് ആദ്യം. അതിനുശേഷം അതിൽ നല്ല മാറ്റം വന്നപ്പോഴാണ് വീണ്ടും വെൽത്ത് മാസ്റ്ററി, അതായത് പണത്തിൻ്റെ നമുക്കുള്ളിലെ നെഗറ്റിവിറ്റി, പണത്തിൻ്റെ ബ്ലോക്കുകളൊക്കെ മാറ്റി പണം വരാനുള്ള ഒരുപാട് സൈക്കോളജിക്കൽ മെത്തേഡൊക്കെ അപ്ലൈ ചെയ്ത് ആക്ഷനും കൂടി എടുത്ത്, ഇതൊക്കെയാണ് ഇതിൽ പഠിപ്പിക്കുന്നത്. ഇതൊക്കെ എടുത്ത് വന്നപ്പോൾ അവരുടെ ഒരുപാട് ആഗ്രഹങ്ങൾ സാധിച്ചു എന്നുള്ളതാണ്. മെയിനായിട്ടുള്ളത് അവർക്ക് ഒരുപാട് ഗോൾഡും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ നഷ്ടപ്പെട്ടിരുന്നു. അതൊക്കെ പുതിയത് എടുക്കാൻ സാധിച്ചു, പണയം എടുക്കാൻ സാധിച്ചു. ഇതൊക്കെയാണ് അവർ പറയുന്നത്. അപ്പം അവർ പറയുന്നുണ്ടതിൽ അവർക്ക് മനസ്സിലായി ഇത്രയും കാലം എന്തുകൊണ്ടാണ് പണം ലഭിക്കാത്തത് എന്ന ഒരു തോട്ട്സ്, ചിന്ത മാറ്റിയിട്ട് ഇന്ന കാരണം കൊണ്ടാണ് എനിക്ക് ലഭിക്കാത്തത് എന്ന് അവർക്ക് മനസ്സിലാക്കാൻ സാധിച്ചു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് നമുക്കുള്ളിലാണ് ഈ നെഗറ്റിവിറ്റി, നമ്മുടെയാണ് പ്രശ്നം, പുറത്തല്ല. നമ്മുടെ ഉള്ളൊന്ന് ക്ലിയർ ചെയ്യുമ്പോഴാണ് നമ്മളിലേക്ക് പണത്തിൻ്റെ ബ്ലോക്ക് മാറിയിട്ട് മണി അട്രാക്റ്റ് ചെയ്യാൻ പറ്റുള്ളൂ. അതിന് ഒരുപാട് സൈക്കോളജിക്കൽ മെത്തേഡുകളുണ്ട്. തികച്ചും നമ്മൾ കൊടുക്കുന്ന പ്രാക്ടീസിലൊക്കെ തികച്ചും സൈക്കോളജിക്കൽ മെത്തേഡുകളാണ്. അപ്പോൾ ഞാൻ നിങ്ങളോട് പറയാറുണ്ടല്ലേ, എപ്പോഴും സക്സസ് സ്റ്റോറീസ് കേൾക്കണം അല്ലേ? സക്സസ് സ്റ്റോറീസ് പലരുടെയും നിങ്ങൾ കേൾക്കണം. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് നിങ്ങളുടെ ഉപബോധ മനസ്സിനെ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, വിശ്വസിപ്പിക്കാൻ പറ്റുള്ളൂ. കാരണം നമ്മുടെ ഉപബോധ മനസ്സ് കാണുന്നതും, അതായത് റിപ്പീറ്റേഷനിലൂടെ കാണുന്നതും കേൾക്കുന്നതും അറിയുന്നതും ഫീൽ ചെയ്യുന്നതുമായിട്ടുള്ള കാര്യങ്ങൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ എപ്പോഴും പിടിച്ചെടുക്കും, പ്രോഗ്രാമായിരിക്കും. അവിടെ നെഗറ്റീവ് ഒന്നോ പോസിറ്റീവ് ഒന്നോ വിവേചനമൊന്നുമില്ല. അപ്പോൾ നമുക്കുള്ളിലുള്ള ഒരുപാട് നെഗറ്റീവ് ഇമോഷൻസും ലിമിറ്റിംഗ് ബിലീഫും ഒക്കെ മാറ്റുമ്പോൾ നമുക്കെന്താണ്, നമ്മളിലേക്ക് നല്ല കാര്യങ്ങൾ വരും. ചുരുക്കി പറഞ്ഞാൽ നമ്മുടെ എനർജീസ് ഒന്ന് ക്രമീകരിക്കപ്പെടുമ്പോൾ എന്തൊക്കെയാണ്, നിങ്ങളുടെ ചിന്ത, നിങ്ങളുടെ വികാരം, നിങ്ങളുടെ ശാരീരിക ഊർജം, ഇതെല്ലാം ഒരുപോലെ ഒരേ ദിശയിലേക്ക് ക്രമീകരിക്കപ്പെടുമ്പോൾ, ബാലൻസ്ഡ് ആവുമ്പോൾ നിങ്ങൾക്ക് പണമെന്നല്ല, നിങ്ങൾ ആഗ്രഹിക്കുന്നത് എന്തും വരും. ഇത് എക്സ്പീരിയൻസ് ചെയ്തിരിക്കുന്നത് കൊണ്ടാണ് പറയുന്നത്, എക്സ്പീരിയൻസ് ചെയ്ത ആളുകളാണ് പറയുന്നത്. പലരും ചോദിക്കും ഉണ്ടോ ഇല്ലയോ, ഇതൊക്കെ ഉള്ളതാണോ തെറ്റാണോ ശരിയാണോ എന്നുള്ളത്. അത് ശരിക്കും പറഞ്ഞാൽ നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യേണ്ട കാര്യമാണ്. ഇതൊന്നും ചെയ്യാതെ, ഇതൊന്നും ഇല്ല, ഇതൊക്കെ തെറ്റാണ് എന്ന് പറയുന്നത് കൊണ്ട് ഒരു ലോജിക്കാണോ അത്? നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്, ചെയ്യാതെ. അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നമ്മളെപ്പോലെയുള്ള ആളുകൾ വഴി കാണിച്ചു തരാൻ തയ്യാറാണ്. നിങ്ങൾ എന്ത് ചെയ്യുക, ഇത് മാക്സിമം ഫോളോ ചെയ്യുക. ഒരു മെൻറ്റർ ഇന്ന രീതിയിലാണ് ചെയ്യേണ്ടത്. ഇത് ഒരാൾ നിങ്ങളെ ഞാനല്ലെങ്കിലും ആരാണെങ്കിലും കൗൺസിലിംഗ് ചെയ്ത് നിങ്ങൾക്ക് ഉള്ളിലെ പ്രശ്നങ്ങളെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് ഇതാണ് പ്രോബ്ലം, ഇന്ന പോലെ ചെയ്യൂ എന്നൊക്കെ പറയുമ്പോഴാണ് നിങ്ങൾക്കൂടി ചെയ്യിപ്പിക്കുകയാണ്. ഓരോ ദിവസവും പ്രാക്ടീസുകൾ തന്നിട്ട് അങ്ങനെ ചെയ്യിപ്പിക്കുമ്പോഴാണ് റിസൾട്ട് കിട്ടുള്ളൂ. ഞാൻ പറഞ്ഞല്ലോ, കൺസിസ്റ്റൻസി വേണം, തുടർച്ച. അതില്ലെങ്കിൽ ഒരിക്കലും നമുക്ക് റിസൾട്ട് കിട്ടില്ല. അപ്പോൾ ഇവരെന്തൊക്കെയാണ് ചെയ്തത്? 21 ദിവസത്തെ ലോ ഓഫ് അട്രാക്ഷൻ പ്രാക്ടീസ്, 21 ദിവസത്തെ വെൽത്ത് അട്രാക്റ്റീവ് പ്രാക്ടീസ്, ഇതൊക്കെ തന്നെ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കറക്റ്റ് ഫോളോ ചെയ്തു അവർ ആക്ഷനും കൂടി എടുത്തപ്പോൾ അവർക്ക് മാറ്റം വന്നു.
അപ്പോൾ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്, നിങ്ങളുടെ ലൈഫ് ഒന്നേ ഉള്ളൂ, നിങ്ങളുടേതാണ് തീരുമാനം. നിങ്ങൾക്കുള്ളിൽ ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. അതിനെയൊക്കെ കണ്ടെത്തി തിരിച്ചറിഞ്ഞ് അതിന് വേണ്ട കാര്യങ്ങൾ മനസ്സിലേക്ക് കൊടുക്കുമ്പോഴേ റിസൾട്ട് കിട്ടും. അല്ലാതെ നമ്മൾ ഇന്നലകളെയും കഴിഞ്ഞതിനെയും കുറിച്ചൊക്കെ പരാതി പറഞ്ഞും പരിഭവം പറഞ്ഞു ഇരിക്കുകയുള്ളൂ. നമ്മളുടെ രക്ഷകൻ നമ്മളാണ്, ശിക്ഷകനും. നമ്മളെ രക്ഷിക്കാൻ നമുക്കേ പറ്റൂ, മറ്റാർക്കും പറ്റില്ല. അതാദ്യം മനസ്സിലാക്കണം. ഓക്കെ, അപ്പോൾ നിങ്ങൾ ഈ ആളുടെ വോയിസ് ഒന്ന് കേൾക്കുക, കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക. അപ്പം ഈ ഒരു 21 days പ്രാക്ടീസ് നമ്മൾ എടുക്കുമ്പോൾ നിങ്ങളെക്കൊണ്ട് നമ്മൾ ഡെയിലി നിങ്ങളിലേക്ക് പറഞ്ഞ് നിങ്ങളെക്കൊണ്ട് ചെയ്യിപ്പിക്കുക. അപ്പോൾ നിങ്ങൾക്ക് തുടർച്ചയായിട്ട് ചെയ്യാൻ പറ്റും. ഒരാൾക്ക് പറ്റുമെങ്കിൽ, അല്ലെങ്കിൽ എനിക്ക് പറ്റും, അയാൾക്ക് പറ്റുമെങ്കിൽ തീർച്ചയായും നിങ്ങൾക്കും പറ്റും. അതിന് നിങ്ങൾക്ക് ഉള്ളിൽ എന്താണ് പ്രശ്നം തിരിച്ചറിയണം. മനസ്സിലായോ? നിങ്ങൾക്ക് ഉള്ളിൽ എന്താണ് പ്രശ്നമെന്ന് തിരിച്ചറിയണം. അതറിയാൻ പറ്റാത്തതാണ് പലരുടെയും പ്രശ്നം. അപ്പോൾ ഒന്ന് കേൾക്കുക, ഇവരുടെ വോയിസിൽ ഇവരുടെ സക്സസ് സ്റ്റോറി ഒന്ന് കേട്ടിട്ട് നിങ്ങൾ തീരുമാനിക്കുക, ഇത് വേണോ വേണ്ടയോ. ഒരു കാര്യം ഞാൻ പറയാം, ഞാൻ പറയുന്നത് പോലെ കറക്റ്റ് നിങ്ങൾ ഫോളോ ചെയ്യുകയാണെങ്കിൽ ഇൻസ്റ്റൻ്റായിട്ടുള്ളൊരു മാറ്റം നിങ്ങൾക്ക് ഫീൽ ചെയ്യും. മനസ്സിലായോ? നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം, എന്ത് ചെയ്യാൻ പാടില്ല എന്ന് നിങ്ങൾക്ക് പറഞ്ഞ് മനസ്സിലാക്കി തന്നിട്ട് ചെയ്യിപ്പിക്കുക. ഓക്കെ, അപ്പോൾ ഇവരുടെ വോയിസ് ഒന്ന് കേൾക്കാം. ഇനി ഇതാണ് ഒരു സക്സസ് സ്റ്റോറിയാണ്. ഒരുപാട് കാലമായില്ല ഒരു സക്സസ് സ്റ്റോറി അപ്ലോഡ് ചെയ്തിട്ട്. സക്സസ് സ്റ്റോറീസ് ഉണ്ട്, ഞാൻ അപ്ലോഡ് ചെയ്യാത്തതുകൊണ്ടാണ്. ഓക്കെ, അപ്പോൾ ഇതൊന്ന് കേട്ട് നോക്കാം. ഇത് കേട്ടിട്ട് നിങ്ങൾക്ക് ഈ 21 days പ്രാക്ടീസിൽ ജോയിൻ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ ഇവിടെ കാണുന്ന വാട്സപ്പ് നമ്പറിലൊരു വാട്സപ്പ് മെസ്സേജ് അയക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. ഒരിക്കൽ കൂടി നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടടുത്തുള്ള ബെല്ലൈക്കൺ പ്രസ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് എല്ലാ നോട്ടിഫിക്കേഷനും കിട്ടും. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിലേക്ക് മറ്റും ഇങ്ങനെ വിഷമിക്കുന്നവരുണ്ടെങ്കിൽ ഇതുപോലൊരു മാർഗ്ഗമുണ്ട്, ഇത് ചെയ്താൽ നമ്മൾ രക്ഷപ്പെടും, നിങ്ങൾക്ക് മനസ്സിലായില്ലേ, മറ്റുള്ളവർക്ക് കൂടി ഒന്ന് ഷെയർ ചെയ്യാം. ഇനി നിങ്ങൾ ഈ പ്രാക്ടീസിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നുവെങ്കിൽ ഇവിടെ യെസ് എന്ന് കമൻറ്റ് ചെയ്യാം. യെസ്, ഐ ആം റെഡി. എന്നിട്ട് ഈ താഴെ കാണുന്ന വാട്സപ്പ് നമ്പറിൽ വാട്സപ്പ് മെസ്സേജ് അയയ്ക്കുക. ഇതിൻ്റെ ഫീയും ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുകയാണ്. നന്ദി, നമസ്കാരം. നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ സിത്താര മാമിൻ്റെ 21 Day of Wealth Attracting കോഴ്സിൽ പങ്കെടുത്തൊരു വ്യക്തിയാണ്. എനിക്ക് ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം ഒരുപാട് മാറ്റങ്ങളാണ് ഉണ്ടായത്. പണം അല്ലെങ്കിൽ വെൽത്ത് നമ്മളിലേക്ക് എത്തിച്ചേരണം എന്ന് ആഗ്രഹിക്കുന്നവരാണ് നമ്മൾ. പക്ഷേ എങ്ങനെ എന്നൊരു ചോദ്യമാണ് നമ്മുടെ മനസ്സിൽ എപ്പോഴും ഉണ്ടാകുന്നത്. ആ ഒരു ചോദ്യത്തിനാണ് എനിക്ക് ഈ കോഴ്സിലൂടെ ഉത്തരം കിട്ടിയത്. എനിക്ക് ആഗ്രഹങ്ങൾ ഒരുപാടായിരുന്നു, പക്ഷേ ഞാൻ ഒന്നിനും ആക്ഷൻ എടുത്തില്ലായിരുന്നു. ഈ കോഴ്സിൽ ജോയിൻ ചെയ്തതിന് ശേഷം നിരന്തരം ഉള്ള പ്രാക്ടീസിലൂടെ ഗ്രാറ്റിറ്റ്യൂഡ് പറഞ്ഞുകൊണ്ടും ഞാൻ എന്താണോ ആഗ്രഹിച്ചത് അത് എന്നിലേക്ക് വന്നു ചേരുകയായിരുന്നു. ഞാനത് സാധിച്ചെടുക്കുകയായിരുന്നു. എനിക്ക് ലൈഫ് ലോങ് ഇത് തുടർന്ന് കൊണ്ടുപോകാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. എനിക്ക് ഇതിലേക്ക് എത്തിച്ചേരാൻ സാധിച്ചതിന് സിത്താര മാമിന് പ്രവീൺ ശക്തിക്കും ഞാൻ നന്ദി പറയുന്നു. താങ്ക് യു.